ഇപ്പോൾ ഇന്ത്യക്കാരുടെ പൊതു സ്വഭാവമാണ് ചെയ്തുകൂടാത്ത കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പിന്നെ രാജ്യം രക്ഷിച്ചോളണം അവർ. പിന്നെ നാട്ടുകാരുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി കാശ് പിടിക്കുക, അവർക്ക് വേണ്ടി കാല് പിടിക്കുക, എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടുവരിക. ഇതെന്തൊരു ഏർപ്പാടാണ് എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന്, ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത് ഒരു മോശം ഐഡിയയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലതിലല്ലാതെ, എല്ലാത്തിലും ഇല്ല, ചിലതിലല്ലാതെ ഈ ഏർപ്പാടില്ല. ഭാരതത്തിൽ ഏർപ്പാടുണ്ടോ? ഒരാളെ കൊന്നിട്ട് കാശ് തന്നേക്കാം, എന്നെ വെറുതെ വിടുമെന്ന് പറയുന്ന ഏർപ്പാട് അവർ ചെയ്തതിന് ഒരു തൊടി ന്യായമുണ്ട് അവർക്ക്. കാരണം അബദ്ധവശാൽ ഒരാൾ കൊന്നുപോയി, കൊലപാതകമാണ്, പെട്ടെന്നുള്ള ദേഷ്യത്തിലോ വല്ലതും ഒരാളെ കൊന്നു കളഞ്ഞു, അതിൻ്റെ പേരിൽ അയാൾ തൂക്കിക്കൊല്ലപ്പെടുന്നത് മോശമാണ്. അയാൾക്ക് പശ്ചാത്താപമുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് മറ്റവരോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു കോമ്പൻസേഷൻ അയാളിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അയാളുടെ ശിക്ഷ ഇളവ് ചെയ്യും. ജയിൽ ശിക്ഷയൊക്കെ ഉണ്ടാവും, പക്ഷേ കൊല്ലില്ല. അപ്പോൾ ശരി, അവരും വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ പോയത് പോയി, മറ്റേയാളുടെ ജീവൻ കളഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അയാൾ അങ്ങനെ കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തൊരു കൊലപാതകമൊന്നും അല്ല. ഒന്നും രണ്ടും പറഞ്ഞ് കള്ള് ഷാപ്പിൽ വെച്ച് വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ച് വയറ്റത്ത് കയറ്റിയതാണ്. കൊല്ലാനൊന്നും അല്ല, രണ്ടുപേർക്കും ബോധമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതങ്ങ് തീർക്ക്, ഈ ഒരു പ്രിൻസിപ്പിളാണ് അവരത് ചെയ്തത്. അല്ലാതെ കാൽക്കുലേറ്റഡ് ആയിട്ടൊരു കൊലപാതകം നടത്തുക, മയക്കുമരുന്ന് കുത്തിവയ്ക്കുക, അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് അങ്ങേര് മരിച്ചു പോവുക, അങ്ങേരുടെ ശരീരം കണ്ടിച്ച് പ്രത്യേകം ടാങ്കിലിട്ട് വയ്ക്കുക, ഇതൊക്കെ എന്തൊരു ക്രൂരപ്രവൃത്തിയാണ്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സമ്മതിക്കുമോ?